കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ നിധിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ചട്ടങ്ങളിൽ കൂടുതൽ സുതാര്യത അത് കേരളത്തിലെ ഫണ്ടിനാണ്. മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണ് അവിടെ ഫണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫണ്ടിന്റെ പൂർണ്ണമായ നിയന്ത്രണം മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് അതിന്റെ പേരെങ്കിലും നിയന്ത്രണം റവന്യൂ വകുപ്പിനും ധനവകുപ്പിനുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ശുപാർശ ഉൾപ്പെടെ അംഗീകരിക്കേണ്ടതും പണം അനുവദിക്കേണ്ടതും റവന്യൂ വകുപ്പാണ്. കേരളത്തിൽ റവന്യൂ വകുപ്പ് CPIയുടെ കീഴിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെ. റവന്യൂ വകുപ്പ് പണം അനുവദിച്ചാൽ നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, ധനമന്ത്രിയുടെ ഓഫീസാണ്. കൂട്ടുത്തരവാദിത്തം കൂടുതലുള്ളത് കേരളത്തിലെ ഫണ്ടിനാണ്. അങ്ങനെ ഒരു ഫണ്ടിനാണ് പണം സ്വീകരിക്കാൻ 2018 അനുമതി നിഷേധിച്ചത്. അന്ന് കേരളം ചോദിച്ച അതേ അനുമതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് നൽകിയിരിക്കുന്നത്. 2018 മാത്രമല്ല കേട്ടോ, 2019 ദുരന്തകാലത്തും കഴിഞ്ഞ വർഷം വയനാട്ടിലെ ദുരന്ത സമയത്തും ഒക്കെ വിദേശത്ത് നിന്നും പുനർനിർമ്മാണത്തിനുൾപ്പെടെ സഹായ വാഗ്ദാനം കേരളത്തിന് ലഭിച്ചതാണ്. കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനാൽ അവയൊന്നും പ്രാബല്യത്തിൽ വന്നില്ല എന്ന് മാത്രം.